പ്രത്യാശയുടെ ദിനമാണിന്ന് ഈസ്റ്റർ. ഈ ദിവസം കേരളം കോഴിക്കോട് ഒരു വലിയ സമ്മേളനത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24-ന്റെ ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ട് 1,00,000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന മഹാസമ്മേളനം, അത് SKN40 കേരള യാത്രയുടെ ഒരു മാസത്തിലധികം നീണ്ടുനിന്ന കേരള യാത്രയുടെ സമാപനമാവുകയാണ്. അല്പസമയത്തിനകം കോഴിക്കോട് ബീച്ചിൽ ചരിത്രം എഴുതുകയാണ് മറ്റൊരു ജനകീയ പ്രതിരോധത്തിന്റെ വേദിയായിക്കൊണ്ട് കോഴിക്കോട് കടപ്പുറം. സമീർ സി മുഹമ്മദ് ഉണ്ട്. സമീർ, പരിപാടികൾ ആരംഭിക്കുന്നു. അതിന്റെ സൗണ്ട് ചെക്ക് അടക്കം അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ ലൈവിനിടയിൽ ആളുകളുടെ പ്രതികരണങ്ങൾക്കിടയിലൊക്കെ അവിടെ തയ്യാറെടുപ്പുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഉടൻ തന്നെ പരിപാടികൾ ആരംഭിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഇവിടേക്ക് കടന്നു വന്ന ആളുകളുടെ ഒക്കെ വാക്കുകൾ, അത് കേവലം കലാപരിപാടികൾ കണ്ടുപോവുക, അല്ലെങ്കിൽ കോഴിക്കോട് കടപ്പുറത്തേക്ക് വന്ന കൂട്ടത്തിൽ ഒന്ന് ഈ പരിപാടിയിൽ കണ്ടുപോവുക എന്നൊന്നുമല്ല. വന്നവരൊക്കെ കയ്യിൽ പ്ലക്കാർഡുമായി വരുമ്പോൾ അവർ പർപ്പസ്ഫുള്ളി ഈ പരിപാടിയിലേക്ക് ഈ മുദ്രാവാക്യത്തിന്റെ സത്ത ഉൾക്കൊണ്ടുക, അല്ലെങ്കിൽ നമ്മുടെ നാട് ആവശ്യപ്പെടുന്ന ഒരു ക്യാമ്പയിനാണ്, അല്ലെങ്കിൽ നാട് ആവശ്യപ്പെടുന്ന പ്രതിരോധമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു, ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം സന്തോഷം നൽകുന്നുണ്ട്. ഒപ്പം തുടർ പ്രവർത്തനങ്ങൾക്ക് 24-നടക്കം ആത്മവിശ്വാസവും ആവേശവും നൽകുന്നതാണ് ഓരോ വാക്കുകളും ഓരോ മനുഷ്യരുടെയും പ്രതികരണങ്ങളും. തീർച്ചയായും ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, വെറുതെ വരികയല്ല. വ്യക്തമായ ഒരു ആസൂത്രണത്തോടെ വരും തലമുറയ്ക്ക് ഈ അക്രമത്തിനും അനീതിക്കുമെതിരെ, അതുപോലെ തന്നെ ലഹരിക്കെതിരായിട്ടുള്ള ഈ ക്യാമ്പയിൻ അത് വരും തലമുറയ്ക്ക് കൂടി പകർന്നു നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് SKNന്റെ ഈ യാത്രയെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേർ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിക്കൊണ്ട് ഇങ്ങോട്ട് ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാനാവുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ സമാപന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഓഡിയോ ചെക്കിംഗ്, അതുപോലെ തന്നെ സംഗീത നിശ്ചയമുണ്ട്, വിവിധ പരിപാടികളുണ്ട്. അങ്ങനെ അതിൻ്റെ കലാപരിപാടികളുടെ ഒക്കെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നമ്മുടെ ടീം ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ ലൈവ് ടെലികാസ്റ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും അത്തരത്തിലും നടന്നു വരുന്നുണ്ട്. വളരെ വിപുലമായ വിധത്തിൽ നമ്മുടെ കോടിക്കണക്കിന് ആരാധകർക്ക് നമുക്ക് ഇത് സമ്മാനിക്കാൻ കഴിയും. ഈ 24-ന്റെ പ്രേക്ഷകരിലേക്ക് അപ്പോൾ തന്നെ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും എത്തിച്ചു നൽകാൻ കഴിയും. അതിന് വിപുലമായിട്ടുള്ള സംവിധാനങ്ങളുമായിട്ട് തന്നെയാണ് ഈ സമാപന സമ്മേളനം നടക്കുന്നത്. അക്രമത്തിനെതിരെ, ലഹരിക്കെതിരെ SKN നടത്തുന്ന ഈ യാത്ര അത് 14 ജില്ലകളും പൂർത്തീകരിച്ചുകൊണ്ട് ഇന്ന് ഈ കോഴിക്കോട് കടപ്പുറത്ത് അതിന് സമാപനം കുറിക്കുകയാണ്. വിപുലമായ പരിപാടികളോടുകൂടി തന്നെയാണ് അത് ഇപ്പോൾ സമാപിക്കാൻ ഒരുങ്ങുന്നത്. നമുക്കൊപ്പം 24-ന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ടുള്ള ദീപക് ധർമ്മടം കൂടി ചേരുകയാണ്. വിപുലമായ പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അതിന് ഏതായാലും മിനിറ്റുകൾ മാത്രമേ ആ പരിപാടികൾ ആരംഭിക്കാനുള്ളൂ. സമീർ പറഞ്ഞു തന്നെയാണ് അതിൽ ശരി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നോളം ഒരു മാധ്യമവും ഏറ്റെടുക്കാത്ത ഒരു ദൗത്യം 24 ഏറ്റെടുത്തു എന്നുള്ളതാണ്. ലോകത്ത് തന്നെ ഒരു മാധ്യമം ഇങ്ങനെ ഏറ്റെടുത്തതായിട്ടുള്ളൊരു വിവരം നമുക്കറിയില്ല. അതെവിടെയെങ്കിലും സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടാനില്ല. അതായത് ഈ ലഹരിക്കെതിരെ ഒരു സംസ്ഥാനതലം, ഒരു സംസ്ഥാനത്തിൻ്റെ മുഴുവൻ പ്രദേശവും കവർ ചെയ്യുന്ന രീതിയിൽ, അതും ഇത്രയും വലിയ ചൂടുള്ള സമയത്ത് SKN യാത്ര നടത്തുന്നു. ആ യാത്രയുടെ സമാപനമാണ് യഥാർത്ഥത്തിൽ. അതിന് ലഹരിക്കെതിരായ താക്കീത് നൽകുന്ന ഒരു മഹാസംഗമമാണ് ഇവിടെ അല്പസമയത്തിനകം നടക്കാൻ പോകുന്നത്. മറ്റൊരു കാര്യം, ഇതിൽ എല്ലാ ആബാലവൃദ്ധ ജനങ്ങൾ പങ്കെടുക്കുന്നില്ല. ചെറിയ കുട്ടികൾ മുതൽ പ്രായം ചെന്നവർ വരെ, ഭിന്നശേഷിക്കാരൊക്കെ ഇപ്പം അകത്തേക്ക് കയറാൻ വേണ്ടി നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ആൾക്കാർ എത്തുകയാണ്. സാധാരണ കോഴിക്കോട് ഒരു പരിപാടി നടക്കുമ്പോൾ കോഴിക്കോട് മാത്രമാണ്, മലപ്പുറത്തു നിന്നും കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും ഒക്കെ ആൾക്കാർ എത്തുന്ന രീതിയിലേക്കുള്ള ഒരു വലിയ ഒരു ജനകീയ മുന്നേറ്റമായി ഈ മഹാസംഗമം മാറി എന്നുള്ളതാണ് വസ്തുത. മറ്റൊന്ന്, കലാപരിപാടികൾ. ഇനി ഇത് കാണുന്നവർ ഇനിയും ഇങ്ങോട്ടേക്ക് കോഴിക്കോട് ബീച്ചിലേക്ക് വരേണ്ടതാണ്. കാരണം MG ശ്രീകുമാറിൻ്റെയും സ്റ്റീഫൻ ദേവസിയുടെയും അതുപോലെ തന്നെ അകം ബാൻഡിൻ്റെയും മികച്ച കലാപരിപാടികൾ. മറ്റൊന്ന്, ഏറ്റവും വലിയൊരു കാര്യം, പീപ്പിൾസ് ഗാനമേള. പാടി തുടങ്ങിയവർക്ക് പാടാൻ ഒരു വലിയ വേദി ഈ ഫ്രീഡം സ്ക്വയറിൽ ഒരു വേദി ഒരുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ സമീർ, ഇതിൽ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും, ഒരു മാധ്യമം എന്നുള്ള നിലയിൽ ഇന്നോളം ലോകത്ത് ഇതുവരെ ചെയ്യാത്ത ഒരു ദൗത്യമാണ് 24 ഏറ്റെടുത്തത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. അതിനെ സമൂഹം ഒന്നടങ്കം ഏറ്റെടുത്തു എന്നുള്ളതാണ് നമുക്ക് SKN40 തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള യാത്രയിൽ കണ്ടത്. ഇപ്പോൾ നടക്കുന്ന ഈ മഹാസംഗമവും അതിൻ്റെ ഭാഗമായി തന്നെ മാറും. അതുകൊണ്ട് ഇത് കാണുന്നവരെല്ലാം എത്രയും വേഗം തന്നെ ബീച്ചിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമുക്ക് ഒരുമിച്ച് ലഹരിക്കെതിരായ താക്കീത് നൽകാം. നമുക്ക് ഈ സംഗീതവും നൃത്തവും ഒക്കെ ലഹരിയാക്കി മാറ്റാം.